എടാ, ഇതിലൊന്നും അസൂയപ്പെട്ടിട്ട് ഒരു കാര്യമില്ല. ഇതൊക്കെ ഓരോരുത്തരുടെയും തലയിലെഴുതാ. 25 വയസ്സ് പൂർത്തിയാകുന്നതിന് മുമ്പ് ഞാൻ എത്തിപ്പിടിക്കാനാകാത്ത ഉയരങ്ങളിലെത്തുമെന്ന് പൂമംഗലം തിരുമേനികന്റെ ജാതകത്തിൽ എഴുതിയിട്ടുണ്ട്. അതിപ്പോ സത്യമായി. അത്രേ ഉള്ളൂ. രൂപ 1ഉം 2ഉം അല്ല, 5 ലക്ഷമാണ് നാളെ എന്റെ ഈ കൈകളിൽ കിടന്ന് കളിക്കാൻ പോകുന്നത്. 5 ലക്ഷം? അതെ, 5 lakhs. അതെന്തിനു? പറയാം. ക്യാഷുമായി മണവാളൻ സാറിന്റെ മാനേജർ ഇവിടെ എത്തുന്നു. ബോംബെയിലേക്ക് യാത്ര തിരിക്കാൻ കൃത്യം 11 മണിക്ക് രാകേഷ് ഗുപ്ത എയർപോർട്ടിലെത്തുന്നു. ആ ക്യാഷ് ഗുപ്തയെ ഏൽപ്പിക്കുന്നു. ഉയരങ്ങളിലേക്കുള്ള പവിത്രന്റെ പ്രയാണം ആരംഭിക്കുന്നു. ആരുടെ ഗുപ്ത? ബോംബെയിലെ അതിപ്രശസ്തമായ ഗുപ്ത എയർവേസിന്റെ മാനേജിംഗ് ഡയറക്ടർ കം പ്രൊപ്രൈറ്റർ. ചിലപ്പോ ഗുപ്തയോടൊപ്പം ഞാനും ബോംബെയിലേക്ക് പുറപ്പെട്ടാലും നിങ്ങൾ ആരും അത്ഭുതപ്പെടരുത്. മണവാളൻ സാറിന്റെ നാക്ക് പിഴക്കില്ലെങ്കിൽ, അത് പിഴക്കില്ലെങ്കിൽ ഇനിയുള്ള കാലം ആകാശത്ത് പാറി പറന്ന് നടക്കാനാവും ഈ പവിത്രന്റെ യോഗം. ഹലോ ഹലോ. കൃത്യം 11 മണിക്ക് ഫ്ലൈറ്റ് പുറപ്പെടും. അതിനു മുമ്പ് എയർപോർട്ടിൽ എത്തണം. ശരി സാർ. കാർ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ. പിന്നെ പണമാണ്, സൂക്ഷിക്കണം. ഓക്കെ ഓക്കെ. ഇത് 200 രൂപ. സോറിടാ, ഇത് മുഴുവൻ 500. ഒരുവൻ മുതലാളി, ബാക്കിയുള്ളവൻ തൊഴിലാളി. ഭൂമിയെ വെല്ലാൻ കാശിരിക്ക് ടണ്ടട ടൺ 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 ടിൻഡിടി ടിൻഡിൻ ടിൻഡിടി ടിൻഡിൻ ടിൻഡിടി ടിൻഡിൻ ടങ് 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 ടണ്ടട ടൺ ടങ് 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 ടിങ് ടിൻഡിടി. കാണിക്കുന്നതാ നിങ്ങളുടെ കാര്യങ്ങളാ പറഞ്ഞ പെട്ടി തുറക്കാൻ. അതിപ്പോ ആരെങ്കിലും പറയണോ? എന്റെ പെട്ടി, നിന്റെ പെട്ടി, നിന്റെ പെട്ടി, എന്റെ പെട്ടി. അതങ്ങ് മാട്ടപ്പെട്ടി പറഞ്ഞാൽ മതി. പെട്ടി തുറ പട്ടി. കൊണ്ട് പോടാ തൊട്ടി. പാവങ്ങൾ. കാര്യം പറഞ്ഞിരുന്നില്ലല്ലോ. ഞാൻ കാര്യം വരാം. എന്താ കാര്യം? സ്വഭാവം മറ്റേതും. നിങ്ങൾക്ക് ആള് മാറിപ്പോയതാ. നിങ്ങൾക്ക് എന്താ വേണ്ടത്? ജീപ്പ് ജോലി വിടോ. ബാലൻസ് കിട്ടുന്നില്ല എനിക്ക്. ഞാൻ പറഞ്ഞില്ലേ, ചാർലി ഇവിടെ ഇല്ല. അവൻ മദ്രാസിൽ ജോലിക്ക് പോയിരിക്കുക. ഇല്ല, അവൻ നിന്നോടൊപ്പം ഉണ്ട്. ചാർലി ഇവിടെ ഇല്ല.
സത്യത്തിൽ മണവാളന്റെ പെരുമാറ്റത്തിൽ എനിക്ക് ഒരു സംശയം തോന്നിയിരുന്നില്ല. പക്ഷേ നമ്മളെല്ലാം ചതിക്കായിരുന്നു അയാൾ. എല്ലാ പ്രശ്നങ്ങളും തീർന്നു എന്ന് കരുതിയത് ഇപ്പൊ വീണ്ടും. അപ്പൊ ചാർലി അവനെ അയാൾ ചതിച്ചു കാണും. ചാർലിയെ കുറിച്ച് ഒരു വിവരവും ഇല്ലാത്ത സ്ഥിതിക്ക് എനിക്കെന്തോ സംശയം തോന്നുന്നു. ഇതങ്ങനെ വെറുതെ വിടാൻ പാടില്ല. എല്ലാ വിവരവും നമുക്ക് പോലീസിൽ അറിയിക്കാം. നടന്നില്ല. എന്നെ കുറിച്ച് അവൻ ചർച്ച അല്ലേ? പോലീസിൽ പരാതിപ്പെടാനാണ് ഭാവമെങ്കിൽ പാടില്ല. എനിക്ക് നിങ്ങൾ നേരിട്ടൊന്ന് കാണണം. ഐ എം ജോർജ് മണവാളൻ. ആ മണവാളനാ നമ്മളെ നേരിട്ട് കാണണമെന്ന്. ആരും രക്ഷപ്പെടാൻ ശ്രമിക്കുന്നത് നടക്കില്ല. അയ്യോ, യവന്മാരെല്ലാം പൊക്കി ജീപ്പിക്കട്ടെ. എന്തിനാ സാർ? എന്തിനാണെന്നോ? ഈ നാട്ടിൽ എവിടെയെല്ലാം ബോംബ് പൊട്ടുന്നോ അവിടെയെല്ലാം നിങ്ങളുണ്ട്. എവിടെയെല്ലാം പൊട്ടുന്നില്ല അവിടെയും നിങ്ങളുണ്ട്. അയ്യോ സാർ, ഞങ്ങൾ നിരപരാധികളാ. ഞങ്ങൾക്കൊന്നും അറിയില്ല. എന്നാലെല്ലാം എനിക്കറിയാം. ഡിപ്പാർട്ട്മെന്റ് നിങ്ങളെ വെറുതെ വിട്ടാലും ഈ ചെട്ടിയാർ വെറുതെ വിടുന്നു വിചാരിക്കണ്ട. ഈ നാട്ടിൽ എവിടെയെല്ലാം ബോംബ് പൊട്ടിയിട്ടുണ്ടോ അതിന്റെ എല്ലാം പിന്നിൽ നിങ്ങളാണെന്ന് ഒരു പോലീസ് നായുടെ സഹായമില്ലാതെ ഈ ഞാൻ തെളിയിക്കും. യവന്മാരെ പൊക്കി ജീപ്പിക്കട്ടെ. വരി വരി. ഒന്നുകിൽ എനിക്ക് പ്രമോഷൻ, ഇല്ലെങ്കിൽ dismissal. ഈ ഉണ്ടയില്ലാത്തോർക്ക് വേണ്ട. കേറിക്കോ. വേഗം വേഗം. കേറാനൊരു മടി. ഞാനും കൂടി നീങ്ങിടോ. പൊട്ടാൻ വെച്ചിരുന്ന ബോംബ് നിർവീര്യമാക്കി പോലീസുകാരുടെ മൂക്കി പൊടിയിട്ട് കണ്ണി പൊടിയിട്ട് രക്ഷപ്പെടാമെന്ന് വിചാരിച്ചോടാ പൊട്ട റാസ്കൽസ്. ചെട്ടിയാരെ വിട്ടിയാകരുത്. ഇടിച്ച് കൂമ്പളക്കും ഞാൻ. നേരെ ചൊവ്വേ ചോദിച്ചാൽ നീ ഒന്നും സത്യം പറയില്ല. നിന്നെ കൊണ്ട് സത്യം പറയിപ്പിക്കാമോന്ന് ഞാനൊന്ന് നോക്കട്ടെ. പറയടാ. ഡൽഹിയിലും ബോംബെയിലും കൽക്കട്ടയിലും ആസാമിലും ഈ അടുത്ത കാലത്ത് നടന്ന ബോംബ് സ്ഫോടനങ്ങളുടെ പിന്നിൽ നിങ്ങളല്ലായിരുന്നോ? അല്ല. റാവുത്തറുമായി എന്ത് ബന്ധം? മുഖർജിയുമായിട്ട് എന്ത് ബന്ധം? ഖന്നയുമായിട്ട് എന്ത് ബന്ധം? ഇവന്മാരൊക്കെ ആരാണ് സാർ? എന്റെ ഫാദേഴ്സ്. അയ്യോ, ദിനേശോ, വലിച്ചൂരടോ ദിനേശോ. അയ്യോ അയ്യോ, ഓടിക്കല്ലേ. കേറിക്കോളൂ. ഞങ്ങൾക്ക് മനസ്സിലായില്ല. നന്ദുവിന്റെ ഡാഡിയുടെ അടുത്ത സുഹൃത്താ ഞാൻ, അഡ്വക്കേറ്റ് വർഗീസ് തരകൻ. നന്ദു വിളിച്ച് പറഞ്ഞിട്ടാ ഞാൻ വന്നത്. എന്തിനാ ഏടാകൂടത്തിലൊക്കെ പോയി ചാടുന്നത്? ഞങ്ങൾക്കൊന്നും അറിയില്ല സാർ. ഞങ്ങൾക്കൊരു അബദ്ധം പറ്റിയതാ. പാവം, അവൾ ആകെ ടെൻഷൻ അടിച്ചിരിക്കുക. പേടിക്കാനൊന്നുമില്ലെന്ന് പറഞ്ഞേക്ക്. ജോസോട്ടെ സാർ, ഇവരെ വീട്ടിൽ കൊണ്ട് നാക്കിട്ടെ താൻ നേരെ കോടതിയിലേക്ക് വന്നേക്ക്. ശരി സാർ. ശരി, പൊയ്ക്കോളൂ. താങ്ക് യു സാർ. വെൽക്കം വെൽക്കം. കേറിക്കോളൂ. വെൽക്കം മൈ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം. മണവാളന്റെ ഇങ്ങനൊരു മുഖം തീരെ പ്രതീക്ഷിച്ചില്ലല്ലേ? ഒന്നും മനഃപൂർവ്വമല്ല. ശരി, ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇതിനൊക്കെ കാരണക്കാർ നിങ്ങൾ തന്നെയല്ലേ? എന്റെ ജന്മശത്രുവിനെ സൂര്യനാരായണനെ വധിക്കാൻ കോളേജിൽ ചെറിയൊരു ബോംബ് വെച്ചു. അറിഞ്ഞോ അറിയാതെയോ നിങ്ങൾ കാരണം അത് വിഫലമായി. യു ടു. അതിന് ഞാൻ എന്തെങ്കിലും പ്രതികാരം ചെയ്തോ? നോ. പക്ഷെ കൈ കിട്ടിയാൽ ചെവിക്ക് പിടിച്ചൊരു കിഴുക്ക് തരണമെന്നുണ്ടായിരുന്നു. പക്ഷെ വീണ്ടും കുഴപ്പമുണ്ടാക്കിയ നിങ്ങൾ തന്നെയല്ലേ? എത്ര കഷ്ടപ്പെട്ടാ ഞാൻ ആശുപത്രിയിൽ ഒരു ബോംബ് വെച്ചെന്നറിയൂ. സത്യം പറയട്ടെ, അപ്പൊ നിങ്ങൾ എന്റെ കൈ കിട്ടിയിരുന്നെങ്കിൽ സോറി ചെകിട്ടത്തിട്ട് തരണമെന്നുണ്ടായിരുന്നു. പക്ഷെ നിരപരാധികളാണ് നിങ്ങളെന്നറിഞ്ഞ് പോലീസ് വെറുതെ വിട്ടപ്പോഴാ വാസ്തവത്തിൽ എനിക്ക് ബുദ്ധി തോന്നിയത്. ഇനിയുള്ള എന്റെ ശ്രമങ്ങൾക്ക് നിങ്ങളെ തന്നെ ഉപയോഗിക്കാമെന്ന്. പക്ഷെ ഞാൻ എന്റെ വാക്ക് പാലിച്ചിട്ടുണ്ട്.
ചാർലിക്ക് ഞാൻ ജോലി കൊടുത്തില്ലേ? ബട്ട് സ്വർഗത്തിലാണോ നരകത്തിലാണോ? ജീസസ്. എനിവേ, സൂര്യനാരായണനെ കൊല്ലാനുള്ള എന്റെ ശ്രമം പിന്നെയും ബാക്കി. കോപിക്കരുത്. ഇനി ഞാൻ പറയുന്നത് നിങ്ങൾ അനുസരിക്കണം. എനിക്ക് വേണ്ടി, എന്റെ ദൗത്യം വിജയിക്കാൻ വേണ്ടി നിങ്ങൾ ഒരാൾ മരിക്കണം. അത് നിന്റെ മറ്റേ പറഞ്ഞാൽ മതിയടാ. ഞങ്ങളെ കൊന്നാലും ശരി, ഇനി നിന്റെ കളികൾക്കൊന്നും ഞങ്ങളെ കിട്ടില്ല പട്ടി. മണ്ടത്തരം പറയാതെ പവിത്ര. കൊന്നാ പിന്നെ എങ്ങനെയാ കൂട്ടു നിൽക്കുക? സാർ, ഞങ്ങൾ എങ്ങോട്ടെങ്കിലും പൊയ്ക്കൊള്ളാം. ഞങ്ങളെ ജീവിക്കാൻ അനുവദിക്കണം. ആഹാ, മരിക്കാൻ നടന്ന ഉണ്ണിക്കിപ്പോ ജീവിക്കണമെന്നോ? ഒരു കാര്യം ചെയ്യാം സൈമൺ, ഇവരെ പറഞ്ഞു വിട്ടേക്ക്. പൊക്കോട്ടെ, പാവങ്ങൾ. ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് പോവാം. ആരും നിങ്ങളെ തടസ്സപ്പെടുത്തില്ല. പിന്നെ ഞാൻ പറയുന്ന ഓർമ്മ ഉണ്ടല്ലോ, ആരെങ്കിലും ഒരാൾ എനിക്ക് വേണ്ടി മരിക്കണം. അത് മറക്കാതിരിക്കാനാ ചെറുതായിട്ട് നോവിച്ചത്. ഇനിയിപ്പോ നിങ്ങൾ തന്നെ തീരുമാനിക്കുക ആരാണ് അതിന് തയ്യാറാവേണ്ടതെന്ന്. തനിക്ക് തെറ്റി. എടോ, സ്വയം മരിക്കാൻ ആരെങ്കിലും തയ്യാറാകുമോ? അഥവാ തയ്യാറായാൽ തന്നെ അതിൽ എന്തെങ്കിലും ഒരു ആത്മാർത്ഥത ഉണ്ടാകുമോ? നോ. ഇവിടെ ഇപ്പൊ സ്വയം മരിക്കാൻ ആഗ്രഹമുള്ള ഒരാളേ ഉള്ളൂ. നോ, പവിത്രനല്ല. either. No. എന്താണ് ശരിയല്ലേ? ഇല്ല, എനിക്ക് മരിക്കണ്ട. എന്താ ഇപ്പൊ അങ്ങനെ? അന്ന് ആ റെസ്റ്റോറന്റിൽ വെച്ച് എന്നോട് എന്താ പറഞ്ഞത്? രോഗം ബാധിച്ച് മരണത്തോട് മല്ലിടുന്ന അമ്മയ്ക്ക് ഒരു നേരത്തെ മരുന്ന് വാങ്ങാൻ പോലും കാശില്ലെന്ന്. 3 ലക്ഷം രൂപ വേണം ഉണ്ണിയുടെ അമ്മയുടെ ഓപ്പറേഷന്. അതിന് കഴിയാഞ്ഞിട്ടല്ലേ ആത്മഹത്യക്ക് ഒരുങ്ങിയത്? ഉണ്ണിയുടെ അമ്മയുടെ ജീവൻ ഞാൻ രക്ഷിക്കും. തന്റെ അമ്മ ഇപ്പൊ എന്റെ കൂടെ ഉണ്ട്. എന്റെ അമ്മ എന്ത് ചെയ്തു? എന്താ ഉണ്ണിയത്? എടോ, തന്റെ അമ്മ ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. ഇതാ നോക്ക്. അമ്മ, ഇനി പറ, അമ്മയുടെ ജീവൻ രക്ഷിക്കാൻ ഉണ്ണിക്കൊന്നും മരിച്ചൂടെ? There you are. ഇനി പൊക്കോ. ആവശ്യമുള്ളപ്പോ ഞാൻ വിളിക്കാം. എനിക്കറിയാം, പോലീസിനോടോ മറ്റോ പറഞ്ഞ് നിങ്ങൾ ഇനിയൊരു കുഴപ്പമുണ്ടാക്കില്ലെന്ന്. ഉണ്ണിയുടെ അമ്മയുടെ ജീവൻ അപകടത്തിലാവുന്നത് നിങ്ങൾക്കും വിഷമമാണെന്നറിയാം. നൗ യു കൻ ഗോ. പരിപൂർണ സ്വാതന്ത്ര്യത്തോടെ.